ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഇന്നിപ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് കായ മെഴുക്കുവരട്ടി വെക്കണം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റുവാണേ. പച്ചക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞപ്പോൾ എൻ്റെ കയ്യെ കുറച്ച് കറയായതാണ് കേട്ടോ. എണ്ണമയമൊക്കെ തൂത്തിട്ട് അരിയുവാണെങ്കിൽ ഇങ്ങനെ കറിയൊന്നും ആവത്തില്ലായിരുന്നു. ഞാൻ പക്ഷേ എണ്ണയൊന്നും തൂത്തില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പാത്രമൊക്കെ കഴുകുമ്പോൾ അതൊക്കെ തന്നെ പൊക്കോളും. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചക്കായൊക്കെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പച്ചമുളക് എരിവിന് വേണ്ടത്ര ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഒത്തിരി മുളക് പൊടി ഇടണ്ട. മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആവണം. അത് കഴിഞ്ഞിട്ട് വേണം പച്ചക്ക അരിഞ്ഞത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് മെഴുക്കുവരട്ടി വെക്കാൻ സമയമായപ്പം ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പം പച്ചക്ക വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ ഇങ്ങനെ അരിപ്പയിൽ എടുത്ത് വെക്കണ്ട, അന്നേരം കളർ മാറിപ്പോകും. വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് മെഴുക്കുവരട്ടി വെക്കാൻ നേരത്ത് ഇതുപോലെ എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് മെഴുക്കുവരട്ടി വെച്ചാൽ മതി. എണ്ണ വേണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയിട്ട് വരണം, അന്നേരം കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാനൊരു മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അക്കുന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ സാമ്പാറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവൾക്കത് വലിയ താല്പര്യമൊന്നുമില്ല. 2-3 ദിവസമായി ഞാൻ അടുപ്പിച്ച് സാമ്പാർ തന്നെ വെക്കുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ അവൾക്ക് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞതിന് ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചു, കുറച്ച് പെരുംജീരകമൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്തൊന്ന് വഴറ്റിയേ. പിന്നെ നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ മസാല, മുളകും മല്ലിയും മഞ്ഞളും മസാലയും കുരുമുളകും എല്ലാം കൂടെ ഒന്ന് കുറേശ്ശെ പൊടികൾ മതി എല്ലാം ഒന്ന് ചേർത്തിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നെ ഒരു കോഴിമുട്ടയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചും ഇതുപോലെ കറി വെക്കും, പക്ഷേ അത് അവൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. ഇത് ചോറിനും പലഹാരത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒത്തിരിയൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം, എരിവ് വേണമെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് തക്കാളി ഇടുന്നില്ല, ഞാനിപ്പോൾ കുറച്ച് സോസ് ഒഴിക്കുവാണേ. തക്കാളി വേണമെങ്കിൽ ഒരു പകുതി തക്കാളിയും കൂടെ അരിഞ്ഞിടാം, അതല്ലെങ്കിൽ നാരങ്ങാനീരാണേലും ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചാൽ മതി. ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ ചേട്ടായി ലീവായിരുന്നേ. അക്കു പിന്നെ സാധാരണ പോലെ 6:80 ബസ്സിന് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുക, ഏകദേശം പണികളൊക്കെ ഒതുക്കി. കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ വിട്ടിട്ട് വേണം ബത്തേരിക്ക് പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞിപ്പെണ്ണിന് 11 മണിക്ക് സ്നാക്സ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ദോശയുടെ കൂടെ. പിന്നെ സാമ്പാറും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ മേക്കപ്പ് മാൻ ചേട്ടായി അവളെ ഒരുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം പോയി കുളിച്ച് ഒരുങ്ങിയൊക്കെ വരണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇന്നിനി പോയാൽ വൈകുന്നേരം ആവും വരാൻ വേണ്ടിയിട്ട്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഷൻ കടയിലും പോകണം വൈകുന്നേരം വരുമ്പോൾ. വൈകുന്നേരം പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോന്നു. എന്നിട്ടാണ് റേഷൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ റേഷനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പം സ്കൂൾ ബസ് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തും. പിന്നെ എന്നെ കണ്ടില്ല അവൾ കരയാനും തുടങ്ങുമല്ലോ. അതുകൊണ്ട് അവളെ അങ്ങ് കൂട്ടി എന്നിട്ട് പിന്നെ റേഷനൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കും കേട്ടോ. അക്കുനെ സ്കൂൾ വിട്ടിട്ടില്ല, അവളെ വിടുവാണെങ്കിൽ അവളെ കൂടെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞോ? വർക്ക് ഫ്രം ഹോം. നീ എന്താ പഠിക്കുന്നത്? മാത്സോ? കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടല്ലേ? എടുക്കണ്ട. നല്ല രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ?
കൈ മാറ്റേ ഞാൻ കൊടുക്കുവേ. വേണ്ടേ കിട്ടുന്നു. മറ്റേ അത് കയ്യിൽ അഴുക്കാ മോനെ. ഇവരൊക്കെ കുഞ്ഞുങ്ങളാ. ഇത് കണ്ടോ വാലുമാക്രിയെ പോലെ ഇരിക്കുന്നേ. തീറ്റ വേണ്ടേ? അതിനകത്ത് ഇഷ്ടംപോലെ തിന്നാനുണ്ട്. രാത്രി കഴിക്കും. ഇന്നിപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രിയിലും മഴയൊക്കെ പെയ്യുന്നുണ്ട്. എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അതൊക്കെ കറി വെച്ചു. പിന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയതാണ്. എന്നാലും നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നു കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തത്. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ലെങ്കിലും നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.